കമ്പനിയുടെ ഒരു പൊടി പോലും കാണാൻ ആന്റണി അടിച്ചു പൊളിക്കാം. എന്റെ പൊന്നനന്തേട്ടൻ എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. കിടക്കണ പുറത്ത്. ഇതിന് മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു, ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി. അന്ന് നീ എന്നെ ജയിലിലാക്കി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, അതേ പ്രശ്നത്തിന്റെ പേര്. നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തനെ 3-4 മാസം ജയിലിൽ കിടത്തിയെന്ന് കരുതി ആരും ഞെളിയണ്ട. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും ഇത് താങ്ങാനാവില്ല. എനിക്ക് ആരോടും പ്രതികാരമില്ല. കാരണം ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. അതിൻ്റെയൊക്കെ ഫലമാണിതെന്ന് സ്വയം സമാധാനിച്ചോളൂ. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആന്റണിയുടെ കമ്പനിക്കെതിരെ നീങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അനന്തന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. നീയൊക്കെ വഞ്ചിച്ചും ചതച്ചും കൊന്നും വാരിക്കൂട്ടിയ പണത്തിന്റെ ഒക്കെ കണക്ക് എനിക്ക് പലരോടും പറയേണ്ടി വരും. പിന്നെ പണിയുന്ന മണിമാളികയുടെ ചന്തം ജയിലിൽ കിടന്ന് ആസ്വദിക്കേണ്ടി വരും. എടാ, നെറികേട് നിന്റെയൊക്കെ മാത്രം തറവാട്ട് പോയല്ല. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇനിമേൽ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ എന്റെ ആശ്രിതരുടെയോ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഓർത്തോ? എന്തായാലും എന്ത് പറയാനാ, ഞങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സാധനങ്ങൾ ഒഴിച്ചു തുടങ്ങിയതാ. അപ്പോഴാ അലറിക്കൊണ്ട് അനന്തേട്ടന്റെ വരവ്. അല്ല, അനന്തന്റെ വരവ്. പിന്നെ നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ അവന്മാരില്ല. എവിടെ പോയി എങ്ങനെ പോയി എന്ന് ആർക്കറിയാം. അയാൾ എന്റെ പേർക്കൊന്ന് ആഞ്ഞതാ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നു. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കുക, എന്തിനാ എല്ലാവരും അനന്തൻ എന്ന പേര് കേട്ടാ ഗിടികിട വിറയ്ക്കുന്നത്? ഇവനാരായി അനന്തൻ? ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യണമെന്ന് അന്ന് പറഞ്ഞതാ. അന്നേരം തന്നെ സമ്മതിച്ചില്ല. തയ്യാറായിക്കോ കമ്പി എണ്ണാൻ? ഒരു ഹോട്ടലും ചെറിയ കുഞ്ഞെ ചെറിയ എന്താ ഇത്? വേണ്ട ചെറിയ കുഞ്ഞെ. അയ്യോ, തകർത്തല്ലോ ജില്ലുമേടാ. എന്തായി കാണിക്കുന്നത്? ഇനി എന്തിനാ ഇത്? അവൻ ജീവിച്ചിരിക്കുന്നവരെ നടക്കാൻ പോകുന്നില്ല ഹോട്ടലും ഷോപ്പിംഗ് കോംപ്ലക്സ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ജയിലിൽ നിന്ന് ഇറങ്ങി അനന്തന്റെ വീര്യം കൂട് വന്ന് ഉടനെ എന്തെങ്കിലും ചെയ്തില്ലേ നിങ്ങളുടെ ആഫീസ് പോട്ടും. എടാ ബാബാ, നീ പോയാ സുലൈമാനെ വിളിച്ചിട്ട് വാ. സുലൈമാനെയോ? എന്തിനാ? അതൊക്കെ ഉണ്ട്, നീ പോയി വിളിച്ചിട്ട് വാ. സുലൈമാനോ, എന്താടാ ഈ രാത്രിയിലെ? എന്ത് പറ്റിയടാ എനിക്ക്? അതെന്താ, റിവോൾവറോ? ഓഹോ, എന്നെ കൊല്ലാൻ വന്നതായിരിക്കും. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചെന്ന വിദ്യയല്ലേ. കേക്കുടിക്കാരുമായിട്ട് എന്താടാ ടേംസ്? എന്തായാലും നീ നഷ്ടപ്പെടണ്ട. വയ്ക്കടാ ഇവിടെ. വയ്ക്കടാ ഇവിടെ. വയ്ക്കാൻ എന്താടാ കൈ വിറയ്ക്കുന്നോ? വയ്ക്കടാ ഇവിടെ.
മോനെ അച്ഛൻ ചേട്ടാ എവിടെ അവന്മാരെ അവരാരും വിടില്ല. ബാവേ ആ ഫ്രിഡ്ജിൽ 2 സോഡ എടുത്തേ. ആ സുലൈമാനെ വിശ്വസിക്കാവോ? അനന്തനെ കണ്ടപ്പോ അവന്റെ കൈ പറിച്ചതാ. എന്റെ അച്ഛനെ വെടിവെച്ചു കൊന്നവനെ തൊടാനുള്ള ചങ്കുറപ്പ് തനിക്കില്ല. അത് ചോദിക്കാൻ വന്ന എന്നെ. നിന്റെ അച്ഛനെ കൊന്നവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. ഇവന് രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിക്കുന്നടാ. നിന്റെ ദിവസങ്ങൾ എണ്ണി വെച്ചോ. എന്താ തന്റെ പേര്? സുലൈമാൻ. സാർ, ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫിംഗർ പ്രിന്റും തോക്കിൽ കണ്ട ഫിംഗർ പ്രിന്റും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. താനാണോ അനന്തനെ കൊല ചെയ്തത്? അതെ. ഇയാളാണ് കൃത്യം കണ്ട സാക്ഷി. സുലൈമാനാണോ ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല.
ഈസ് എ സ്കേപ്പ് ഗോട്ട്. ആരാണ് അതിന് പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, പ്രതി കുറ്റം സംഭവിച്ചിട്ടുണ്ട്, അതിന് ദൃക്സാക്ഷികളുണ്ട്. അങ്ങനെയുള്ളപ്പോ അർജുൻ, ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഇതൊന്നും എന്റെ മാത്രം പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ശരി, നമ്മൾ പറഞ്ഞതനുസരിച്ച് സുലൈമാൻ പോലീസിന് കീഴടങ്ങി എന്നുള്ളത് വാസ്തവം. പക്ഷെ അവനാണ് അനന്തനെ കൊന്നതെന്നുള്ള ആരും വിശ്വസിച്ചിട്ടില്ല, പ്രത്യേകിച്ചും അനന്തന്റെ മകൻ അർജുൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചു ദിവസം നിങ്ങൾ ഇവിടെ ഒന്ന് വിട്ടു നിൽക്കണമെന്ന്. എല്ലാം തണുക്കട്ടെ. ഇഷ്ടമായില്ലെങ്കിലും ശരി, ഞാൻ പറയും. പോലീസിനെ വിളിച്ചോണ്ട് അന്ന് രക്ഷപ്പെട്ടു. അവൻ അനന്തന്റെ മകനാ. അച്ഛൻ മരിച്ച കാര്യം അത്ര എളുപ്പത്തിലൊന്നും അവൻ മറക്കില്ല. അവനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അകത്താക്കാൻ പറ്റില്ലേ? പോലീസിന് ശമ്പളം കൊടുക്കുന്നതേ ചേക്കുടിയല്ല, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ. എല്ലാ ഓഫീസേഴ്സും CI ഭരതനും അല്ലെന്ന് ഓർത്തു. തിന്ന ചോറിന് നന്ദിയുള്ളതുകൊണ്ട് ഞാൻ പറയാ. വിവരമുള്ളവർ പറയുന്നത് കേട്ട് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. രണ്ടുപേരും മാറി നിന്നാ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? അല്ലെങ്കിൽ തന്നെ എത്ര ദിവസം എന്ന് വെച്ചിട്ടാ മാറി നിൽക്കുന്നേ? ഏതായാലും ഞാനിവിടെ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും പോവാ. അതാണ് ബുദ്ധി. അല്ലെങ്കിൽ തന്നെ ചെറിയാൻ കുഞ്ഞിനോട് അവന് കൂടുതൽ വൈരാഗ്യം. നീ വേണമെങ്കിൽ പോയിക്കോ. നമ്മൾ രണ്ടുപേരും കൂടി ഒളിച്ചു പോവാന്ന് വെച്ചാ നാണക്കേടാ. വരുന്നത് വരട്ടെ. എവിടെയാണെന്ന് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പറയണോ? പറയാം. ചേച്ചി വണ്ടി വിടെ.